ഇന്നത്തെ ദിവസം നമ്മൾ നടന്നു നീങ്ങുന്നത് ഒരു യാത്രയിലേക്കാണ്. ഒരു ദൈവികമായ യാത്രയിലേക്ക്. കാലത്ത് എണീറ്റ് ദൈവത്തിനെയൊക്കെ ഒന്ന് വിളിച്ച് അടുക്കളയിൽ കയറും മുൻപ് ഇന്നലെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യാത്ര എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സ്കൂൾ പൂട്ടൊക്കെ അല്ലേ, പിള്ളേരെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണ്ടേ, അതും വൺ ഡേ ട്രിപ്പ് തന്നെ ആവണമെന്ന് വിചാരിച്ചപ്പോൾ എന്നാൽ പിന്നെ ഏഷ്യ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവർക്ക് അവിടെ പോകാനും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പൂച്ചക്കൂട്ടന്മാർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവരെയൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. ശ്രീയാണ് കേട്ടോ. യാത്രകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യാത്രകൾ മടുപ്പുളവാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഭക്ഷണം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണമാണ് ഏറ്റവും അധികം ഇഷ്ടമുള്ളതും കഴിക്കാനായിട്ട് ഏറ്റവും അധികം കംഫർട്ടബിൾ ആയിട്ടുള്ളതും. അത് കാരണം ഭക്ഷണം കഴിയുന്നതും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോവാണ് ചെയ്യാറുള്ളത്. എല്ലാവരും പറയൂ കേട്ടോ, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ രാജ്യത്തെ കൾച്ചറും അതുപോലെ തന്നെ അവിടുത്തെ രീതികളൊക്കെ അവലംബിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പക്ഷെ നമ്മളെ കൊണ്ട് അത് കൂടാറില്ല. നമ്മളെല്ലാ ഭക്ഷണവും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ഇന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് കുറച്ച് പരിപാടികളൊക്കെ, അതായത് നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് വയ്ക്കലൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും വിഷയം പോകുന്ന കാരണം കൊണ്ട് നമ്മൾ വെജ് ആക്കാമെന്ന് വിചാരിച്ചു. അത് ചേച്ചി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മൾ വിഷയം പോയി വരുമ്പോഴുള്ള ഫുഡ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇവിടെ നിന്ന്, അതായത് നമ്മുടെ വല്ലൂര് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ രാവിലെ പല്ലൊക്കെ തേച്ച് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മണിക്കും പരിവാരങ്ങൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് പതുക്കെ നമ്മുടെ മാങ്ങയൊക്കെ പറക്കാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിറയെ മൂവാണ്ടൻ മാങ്ങ ഇപ്പൊ താഴെ വീഴുന്നുണ്ട്. അത് ജ്യൂസ് അടിച്ച് വെച്ച് കഴിക്കലാണ് ഇപ്പൊ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത്. സീസൺ സീ സീസണൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഫുഡ് മാത്രമായ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് കുറച്ച് ചേച്ചിക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചോറ് ഇന്നലെ തന്നെ നമ്മൾ അടുപ്പിലൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇവർക്ക് കൊടുക്കേണ്ട കാരണം കൊണ്ടേ. അപ്പോൾ പിന്നെ വരുമ്പോൾ നമ്മൾ വൈകിട്ടുണ്ടെങ്കിലും കഴിക്കാനായിട്ട് എന്തെങ്കിലും വീട്ടിൽ വേണ്ടതെന്ന് വിചാരിച്ചിട്ടൊന്ന് കരുതി വെച്ചതാണ് കേട്ടോ. കുറച്ച് ചിക്കൻ കറി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ചില ദിവസങ്ങളിൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വയ്യായും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ തലേദിവസം നമ്മൾ ചിക്കൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ തിരുമ്മിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ സവാളയൊക്കെ വാറ്റുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കറിക്ക് നല്ലൊരു കറുപ്പ് കളറൊക്കെ കിട്ടും കേട്ടോ. അതാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് കഴുകാൻ മടിയായിട്ടല്ല. അപ്പം നമ്മൾ കുറച്ച് കുനുകുനായിരിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ സവോളയും അത് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളിയുടെ പ്യൂരി നമ്മൾ ഒഴിച്ചു കൊടുക്കും. തക്കാളിയുടെ പ്യൂരിയിൽ ഞാൻ കുറച്ച് നമ്മുടെ ഈ ഒരു സോയാ സോസ് ഇല്ലേ ഡാർക്ക്, അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഒരു ഗ്രേവി രൂപത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആവുന്ന കാരണം കൊണ്ട് അത്രയ്ക്ക് അധികം ഗ്രേവി ആക്കാനൊന്നും നിന്നില്ല. ചിലപ്പോൾ ഗ്രേവി അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി അങ്ങോട്ട് വളിച്ച് പോവും. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ അല്ല, നല്ല ചൂടുള്ള ടൈമും അല്ലേ, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് കേടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം ഗ്രേവി ആക്കിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കറികളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കടയിൽ സമൃദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ചപ്പാത്തി കിട്ടാറുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. പക്ഷേ ഇത് ഭാഗ്യം ഇവിടെ ഇക്കൻ്റെ കടയിൽ ഒരു പുതിയ ബ്രാൻഡാണ്. എനിക്ക് ഓർമ്മയില്ല എന്താ ബ്രാൻഡെന്ന്. പക്ഷേ അത് ചപ്പാത്തി ഇങ്ങനെ മരം പോലെ ഇരിക്കുകയായിരുന്നു ചുട്ട് കഴിഞ്ഞിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഫാമിലി മെമ്പേഴ്സാണ് ജോയിൻ ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് നമുക്കിന്ന് മാത്രമായിട്ട് കരുതാനൊന്നും പറ്റില്ല, എല്ലാവർക്കും ഒന്ന് കൂടിയുള്ള രീതിയിലാണ് കരുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ്റെ നനപരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ കുറച്ച് വൈകിയാലോ, പിന്നെ ഇവിടെ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെടികൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നനച്ച് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാകുമ്പോൾ കിണറിയുന്നതല്ല, കുളത്തിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളം, കുറച്ചധികം വെള്ളത്തോടെ കൂടെ അവരെ നനച്ച് കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഭാഗ്യം. അങ്ങനെ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി കണ്ട ഒരു സെറ്റ് ആവണില്ല. ഞാനിങ്ങനെ ഓയിലൊക്കെ തെളിച്ചൊക്കെ കൊടുത്ത് നോക്കി. വൺസ് ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ചുട്ടെടുക്കുമ്പോൾ ഈ സംഭവം അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് ആട്ടം മാത്രമായിട്ട് ഉണ്ടാക്കിയ കാരണമുണ്ടാന്ന് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഹെൽത്തി ആവുന്നത് ഈ ഒരു ചപ്പാത്തി ആവാട്ടോ, മറ്റു ചപ്പാത്തികളെക്കാളും കൂടുതൽ. മറ്റേത് മൈദയൊക്കെ ചേർത്ത് വരുന്ന കാരണം കൊണ്ടായിരിക്കും കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഒരു 10-25 ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവനൊന്നും കഴിക്കേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഹോട്ടൽ ഫുഡ് അറിയാം, നമ്മൾ പെടുന്നുള്ള കാരണം കൊണ്ട് കയറി പരീക്ഷിക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മളിതാ നമ്മുടെ ചപ്പാത്തിയും ചിക്കനും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാങ്ങയും അതുപോലെ തന്നെ ചപ്പാത്തിയും ചിക്കനും എല്ലാം ഒക്കെ ആയിട്ട് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. നമ്മളൊരു 9:30-10 മണി സമയത്താണ് നമ്മൾ വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സാധാരണ ഇവിടെ നിന്ന് ഓടുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പതുക്കെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വന്നാലോ.
പുത്തനുടുപ്പിട്ട് നമ്മൾ പതുക്കെ വാതിലും പൂട്ടി ഇറങ്ങുന്നത് അങ്ങനെ ഇഷയിലേക്കാണ്. ഇഷയിലത്തെ ലൈറ്റിങ് കാഴ്ചകളും അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ടല്ലോ ഇഷയിൽ കാണാൻ വേണ്ടിയിട്ട്. വേറെ എവിടെയും നമ്മൾ തങ്ങണില്ല കേട്ടോ, ഡയറക്റ്റ് ഇഷയിലേക്ക്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒല്ലൂർ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. പൊതുവെ യാത്രകളൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആരംഭിക്കുന്നത് ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ്. അവിടുത്തെ ഫാമിലി വൈബിലാണ് ഇപ്പോൾ നമ്മൾ കൂടിക്കലരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും യാത്രയായി ഒരുങ്ങി ഈ കാട് താണ്ടി നമ്മൾ പോകുന്നത് നമ്മുടെ ഒല്ലൂരിൻ്റെ മണ്ണിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒല്ലൂർ എത്തിയിട്ട് കാണാം. ഗായ്സ് आरी കാണാലോ, कोई नहीं है क्या अंदर? ചേച്ചിയുടെ ചെടികൾ നോക്ക്. ഇതുപോലെ നമുക്കും ചെയ്യണം. അയ്യോ ചേച്ചിയുടെ പൂക്കളുണ്ടായ കൂടെ നോക്കിയേ, നല്ല ഭംഗിയുണ്ട് ഇട്ടത്. കുറച്ച് കൊണ്ടുപോകണം വൈകുന്നേരം വരുമ്പോൾ. നമ്മുടെ കയ്യിലുണ്ട് എന്നാലും ഇത് കണ്ട. വീഡിയോ എടുക്കണ വെളിച്ചെണ്ണ കൊടുക്കണത്. ഭാഗ്യ പ്ലാൻ പുട്ടും പഴം കഴിക്കാൻ പോവാ. പുട്ടും പഴം തലേദിവസത്തെ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേച്ചി തയ്യാറാക്കാമെന്ന്. അത് കാരണം കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും അതുപോലെ തന്നെ ചെറുപയറും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോണത്. അച്ഛനില്ല നമ്മുടെ കൂടെ, ബാക്കി നമ്മൾ 7 ആളാണ് ഉള്ളത്. അച്ഛന് താല്പര്യമില്ല, അച്ഛൻ ഒരു വട്ടം കണ്ടതാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ യാത്ര ഇവിടെ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് പുട്ട് കഴിച്ചു. ചേച്ചി ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പഴം പുഴുങ്ങിയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പുട്ട് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. ചേച്ചിമ്മയും കുഞ്ഞിനൊക്കെ അതേ പോകുന്നുണ്ട്, ശ്രീകുട്ടനൊക്കെ. അമ്മ വരുന്നുണ്ട്, അമ്മേനെ വെയിറ്റ് ചെയ്തിട്ട് അമ്മേരെ കൂടെ പോവാം നമുക്ക്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീക്കിയിട്ടാണ് ഒരു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ജിൻ ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഇത് ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ചേച്ചിയുടെ ബന്ധുക്കളായിട്ട് തന്നെയുള്ളവരാന്ന് പറയാറുണ്ടല്ലോ ഞാൻ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് പോണത്. നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ആനക്കല്ലിൽ നമ്മൾ ബസ് കാത്തു നിൽക്കുകയാണ്. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നവർ കേട്ടോ. അയൽപ്പക്കക്കാരും ഉണ്ട്, അതുപോലെ തന്നെ ചേച്ചിയുടെ ഫാമിലിയും എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും അറിയുന്നവരാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഞങ്ങളുടെ ആ ഒരു വൈബ് കാണുമ്പോൾ നമ്മളെല്ലാവരും കുറേ നാളായിട്ട് അറിയുന്നവരാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. എല്ലാവരും അറിയാമെന്ന് പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഞങ്ങളുടെ വൈബ് എന്ന് പറയുന്നത്. ചേച്ചിമാരാണ് എല്ലാവരും, അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ. ഞങ്ങള് എന്താ പറയാ, കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് ശരീരം ഇളകി ഡാൻസ് കളിച്ചു എന്ന് പറയില്ലേ, അങ്ങനെ പറയാം. അടിപൊളിയായിട്ട് ഇത് കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും ആസ്വദിച്ചു. കാരണന്മാരൊക്കെ കണ്ടെങ്കിൽ പറഞ്ഞു, ഈ പെണ്ണുങ്ങൾ മാത്രം ഇപ്പൊ തുള്ളണുള്ളൂ, ഈ ആമ്പിള്ളേരൊക്കെ എന്തൊരു സൈലന്റ് ആയിട്ടിരിക്കണേന്ന്. നമുക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഒരു വൈബ്. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. കോയമ്പത്തൂരാണ് നമുക്ക് ഇഷ്ടമുള്ളത് കേട്ടോ. അത് കാരണം കൊണ്ട് യാത്ര കുറച്ച് ലോങ് ആണല്ലോ. നമുക്ക് വളരെ എളുപ്പമാണ്. തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ കോയമ്പത്തൂർ എന്ന് പറയാനായിട്ട് അധികം ദൂരം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വയ്യാണ്ടായി, വായു ഒന്നും കിട്ടാണ്ടായി. എന്നാലും അവിടെ ഇരിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ കാലിൻ്റെ വേദനയും അതുപോലെ തന്നെ നാളെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാനൊന്ന് അടങ്ങിയതാണ് കേട്ടോ. യാത്ര ഭയങ്കര രസകരമാണ് ആ പാലക്കാട് റൂട്ടിലുള്ളത്. കാരണം ചുറ്റും മലകളാണ്, നമുക്കിങ്ങനെ ആസ്വദിച്ച് പ്രകൃതിയോട് ചേർന്ന് പോണ പോലെ ഒരു ഫീലാണ്. അപ്പോൾ നമുക്ക് ഇനി ഇഷയിലെത്തിയിട്ടുള്ള വിവരങ്ങളായിട്ട് കാണാം കേട്ടോ. അപ്പൊ ഈ യാത്ര ഇവിടെ നിന്ന് ഇങ്ങനെ കോയമ്പത്തൂർ വരെ നീളുന്നു.
അങ്ങനെ നമ്മൾ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. എല്ലാവരും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മോര് കറിയും പയറുപ്പേരിയും അതുപോലെ തന്നെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിരിച്ച് ഉണ്ടായിരുന്നു. അതിരിച്ച് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോലെ തന്നെ 3-4 ഫാമിലി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാ സെറ്റപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കിത് ശീലമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആർക്കും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ല. പുറത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രൈഡ് റൈസുകളോ അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിലുള്ള സാദോ ചോറോ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഈ മോര് കറി ഇപ്പം ചിലർക്കൊക്കെ തോന്നാമല്ലോ ഈ പൊട്ടക്കുളത്തിൽ ജീവിച്ചെന്ന് തോന്നാം. പക്ഷേ ഉണ്ടല്ലോ കാര്യം ഞാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും 1-2 ബാക്കി കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ വീട്ടിലത്തെ ഫുഡ് തന്നെ കിട്ടണം കേട്ടോ. ഇവിടെ അമ്മയ്ക്കൊന്നും 1-2 കൂടി പറ്റില്ല ഭാഗ്യനൊന്നും. അങ്ങനെ നമ്മൾ പയറുപ്പേരിയും പപ്പടവും കൊണ്ടാട്ടം വറുത്തതും അച്ചാറും ഒക്കെ കൂട്ടി അടിപൊളി ചോറുണ്ട്. പുറത്തുനിന്നൊരു കാപ്പി കുടിച്ചു. കാപ്പി സെറ്റപ്പ് കാപ്പിയായിരുന്നു കേട്ടോ. നല്ല മധുരമൊക്കെയുള്ള നല്ല അടിച്ചിട്ടുള്ള കാപ്പി. അപ്പോൾ ചേട്ടന്മാർ 2 പേരാണ് കാപ്പിയും സംഭവങ്ങളൊക്കെ നമുക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പതുക്കെ നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ പിന്നെ ഈ ഡാൻസും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം വൈകിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് വലിയ അധികം യാത്രകളില്ല കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കാണുന്നത് വിശാലമായിട്ടുള്ള അടയ്ക്കാമരത്തിൻ്റെയും അതായത് കവുങ്ങ് അടയ്ക്കാമരം ഒന്നല്ലേ തെങ്ങിൻ്റെയും തോട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈശയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പച്ചപ്പും ഒരു ഹരിതാപവും ഒക്കെ നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആ കാറ്റിനനുസരിച്ച് ഇങ്ങനെ നമുക്കിങ്ങനെ ഉലഞ്ഞു പോവാം. പിന്നെ വണ്ടികളൊക്കെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ തന്നെ വണ്ടികളൊക്കെ അങ്ങനെ നിരത്തിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് പോലൊരു ടാസ്ക്കാണ്. ഇഷേനെക്കുറിച്ച് ഞാൻ വലിയ ബ്രീഫൊന്നും തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടൊരു സെക്ഷൻ അവർ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് രുദ്രാക്ഷമൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ ഫ്രീ ആയിട്ട്. അത് നമ്മൾ കയ്യുമ്മയൊക്കെ കെട്ടിയിട്ടാണ് നമ്മുടെ യാത്ര അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് സദ്ഗുരു സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു സ്ഥാപനം ആദ്യമായിട്ടല്ല കേട്ടോ നമ്മൾ കാണുന്നത്. കോയമ്പത്തൂരുള്ളത് 1992 ഇത് സ്ഥാപിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ജഗദീഷ് വസുദേവ് എന്ന് പറയുന്ന നമ്മൾ സദ്ഗുരു എന്ന് വിളിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ അധീനതയിലാണ് ഇത് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഡീറ്റെയിൽഡ് ആയിട്ട്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആളാണ്. എനിക്ക് ഈ മെഡിറ്റേഷനും അതുപോലെയുള്ള സംഭവങ്ങളോടൊക്കെ കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വൺസ് ഇത് നമുക്കൊരു സമയം വരുമ്പോൾ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. എനിക്ക് എന്തായാലും ഇഷ കാണുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ വളണ്ടിയറിങ്ങിന് ചെല്ലണം, അവിടുത്തെ ആ ഒരു അന്തരീക്ഷമായിട്ടൊക്കെ കൂടി കലരണം എന്ന് വളരെ ആഗ്രഹം തോന്നാറുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും പറ്റാറില്ല. നമുക്ക് നമ്മുടേതായ തിരക്കുകളുണ്ടല്ലോ ഒരുപാട്. പിന്നെ ഇവിടെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ധ്യാനലിംഗയിൽ പോവാം, ലിംഗഭൈരവിയിൽ പോവാം, അതുപോലെ തന്നെ ആദിയോഗീനെ കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ധ്യാനലിംഗവും ലിംഗഭൈരവിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടൊരു സ്പേസ് ഉണ്ട്. അവിടേക്കാണ് പോണത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇഷയെ പോകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് ഷോ മാത്രം കണ്ടു പോരാതെ കുറച്ച് ബാക്കിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ധ്യാനലിംഗമൊക്കെ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അവിടേക്ക് ഫോണോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളോ ഒന്നും അലൗഡ് അല്ല. ഒരു കാട് വെട്ടിത്തെളിച്ചിട്ടേ ഒരു ചുറ്റും മലകളാൽ മൂടപ്പെട്ട അല്ലെങ്കിൽ മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണത്. ഭയങ്കര വൈബാണ് കേട്ടോ അവിടെ. അപ്പോൾ ഈ നിങ്ങൾ കുറച്ചും കൂടി നമ്മളിങ്ങനെ ഡിവോഷണൽ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടും. നല്ല മഴ ഉണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ. അത് കാരണം അന്തരീക്ഷം അധികം ചൂടുണ്ടായിരുന്നില്ല. നല്ലൊരു കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴേ മഴയൊക്കെ മാറിപ്പിക്കാൻ നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് ഫീൽ ചെയ്തു. ഇതാണ് അതിയോഗിയുമ്പോഴാണ് നമുക്ക് വൈകുന്നേരം ലൈറ്റ് ഷോ കാണുന്നത്. അതാണ് ഭയങ്കര അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈഷയുടെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ ബാക്കിൽ ഒരുക്കിയിരിക്കുന്ന ആ ഒരു സംഭവം അത് ഭയങ്കരമായിട്ട് ഡിവൈനായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. മഴ ഏഷ്യയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞൻ കുറേ ഡാൻസും കാര്യങ്ങളും ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചും കൂടിയില്ല. കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ആദിയോഗിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭയങ്കര വിപുലമായ രീതിയിൽ നമുക്ക് ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. ലൈറ്റ് ഷോ പിന്നെ നമുക്ക് മുമ്പ് കാണിച്ച് തന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ബാക്കിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാളവണ്ടി സഞ്ചാരവും അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ നമ്മുടെ സൂര്യകാന്തും ചന്ദ്രകാന്തും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ 10 രൂപ കൊടുത്താൽ നമുക്കിത് ആ കാളവണ്ടിയിൽ ഒരു സഞ്ചാരം ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഫൗണ്ടേഷൻ്റെ സ്ഥലം വരെ. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴനിയിൽ എപ്പോഴും പോയപ്പോൾ കുതിരവണ്ടിയിൽ കയറിയിരുന്നതെന്നല്ലാതെ കാളവണ്ടിയിൽ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ സെറ്റപ്പുള്ള ആ കാളവണ്ടിയല്ല, ഇത് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കാളവണ്ടി എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പം നമുക്കും കയറാം കേട്ടോ. சரியா
ടിക്കറ്റ് എടുത്ത ചോർമ്മക്ക് കാളവണ്ടിയിൽ ആദ്യം കയറുന്ന ചെറുപ്പത്തിൽ കയറിയുണ്ട് മുമ്പ് മറ്റോലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയി. ഞാൻ ആദ്യമായിട്ട് കയറണം അമ്മയമ്മ. ഇങ്ങനത്തെ കാളവണ്ടി അല്ലാന്ന് മാത്രം കാളവണ്ടി ഞാൻ കയറിയിട്ടുണ്ട്. നടന്നു പോയത്. അങ്ങനെ കാളവണ്ടിയിലുള്ള യാത്ര തുടങ്ങി. ഭാഗ്യം പറയണത് ഭാഗ്യം മുമ്പ് എപ്പോഴോ കയറിയിട്ടുണ്ട്. അപ്പൊ ചുറ്റപ്പെട്ട സ്ഥലമാന്ന് പറഞ്ഞില്ല ഞാൻ, ഈ മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് കണ്ടോ, ചുറ്റും മലയാണ് കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു വൈബാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ വിശാലമായിട്ടുള്ള സ്ഥലം, ക്ലീൻ ആൻഡ് നീറ്റ്, ഒരു അഴുക്കോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ചപ്പോ ചവറോ ഇടാൻ തോന്നാത്തൊരു സ്പേസ്. നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യ മൊത്തം ഇതുപോലെ ആവട്ടെ എന്ന് ആഗ്രഹിച്ചു പോകും നമ്മൾ കുറച്ച് നേരം ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ. ഈ നീറ്റ്നെസ്സിൽ കേട്ടോ, ഞാൻ ഈ ഡിവോഷണൽ കാര്യങ്ങളൊന്നും സംബന്ധിച്ച് പറയണമെന്നില്ല, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അവിടെ. അങ്ങനെ നമ്മൾ അവിടുത്തെ അണ്ണനോട് കുറെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. அண்ணா எவ்வளவு நாள் ஆச்சு இங்க ஜோலி பண்ணிட்டு இருக்க? நானா நான் வந்து 5 மாசம் ஆச்சுமா. 5 மாசம். காலையில 6:30 மணிக்கு 8:30 மணிக்கு வந்துருவோம். சாயங்காலம் 8:00 போயிடுவோம். சாயங்காலத்துக்கு போயிடுவோம். சாயங்காலம் 8:00 போயிடுவோம். 12 ஹவர் வேலை. 12 மணி நேரம். 12 മണി നേരം. ഈവൻ ഈ കാള നമ്മുടെ ചാണകം പോലും ഉണ്ടല്ലോ, അതുപോലും കളക്ട് ചെയ്യാനായിട്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങനെ പോകണം. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ശിലകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവും. അവിടെ നമുക്ക് പാട്ടുകൾ കേൾക്കാം കേട്ടോ. പാട്ടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷയുടെ മാത്രമായിട്ടുള്ള കുറച്ച് സോങ്ങുകളൊക്കെ കേൾക്കാം. അതൊക്കെ കേട്ട് ആസ്വദിച്ചതാ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഈ നമുക്ക് ഈ കാളവണ്ടിയിൽ കയറുന്നേക്കാളും അടിപൊളിയായിട്ട് നല്ലതായിട്ട് നീട്ടി വലിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ആദ്യം എത്തുക. എന്നാലും കാളവണ്ടിയിൽ കയറാനുള്ള ഒരു കൗതുകം ഉണ്ടാവുമല്ലോ, അതിന്റെ പേരിലാണ് ചാടി ഇതിൽ കയറിയിരുന്നത് കേട്ടോ. എന്നാലും ഒരു പ്രത്യേക അനുഭവമാണ്. അവിടെ കുറച്ച് സ്റ്റോളുകളുണ്ട്. അവിടെ നമുക്ക് ഐസ്ക്രീമുകൾ കിട്ടും, പിന്നെ കരിക്ക് കിട്ടും, പിന്നെ പാനിപ്പൂരി കിട്ടും, ബേൽപൂരി കിട്ടും, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ധ്യാനലിംഗത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ, അതായത് ഫോൺ, വിലപിടിപ്പുള്ള സംഭവങ്ങൾ, വലിയ വലിയ ബാഗുകൾ ഒക്കെ നമുക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ ഏൽപ്പിക്കാം. അതൊക്കെ ഫ്രീ ആണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതെ, നമ്മള് അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡല്ല, അതുപോലെ തന്നെ ബാക്കി ഇതൊന്നും അലൗഡല്ല. അപ്പം നമ്മളിപ്പോൾ അതൊക്കെ ഒരു മാംഗോ ബാറൊക്കെ മേടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. അവിടേക്ക് നടക്കുക, നമ്മുടെ ആദിയോഗിയുടെ അവിടെ ലൈറ്റ് ഷോ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി നടക്കുക. ഞാൻ ബാക്കിയുള്ളവരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇഷയിൽ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനായിട്ട് എൻ്റെ ക്ലിപ്പുകളില്ല. അത് വിശദീകരിച്ച് തരാനായിട്ട് എനിക്ക് വാക്കുകളില്ല. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ഇഷയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അതിയോഗിയിൽ നടക്കുന്ന ലൈറ്റ് ഷോ ഉണ്ടല്ലോ, അതിലേക്ക് വേണ്ടിയിട്ടാണ്. ഭാഗ്യനും ശ്രീകുട്ടനും ഒക്കെ അവിടെ ചന്ദ്രകുണ്ടിലും അതുപോലെ തന്നെ സൂര്യകുണ്ടിലും ഒക്കെ നന്നായിട്ട് കുളിച്ചിട്ടൊക്കെയാണ് വന്നേട്ടോ. വലിയ വിശാലമായ ഒരു സ്ഥലം നമുക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് പാട്ടൊക്കെ ആസ്വദിച്ച് നമുക്ക് ലൈറ്റ് ഷോ കാണാം. അപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങിട്ടോ. Who he was, where he came from. The origins of this spectacular being were unknown. ഈ ലൈറ്റ് ഷോയും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു യോഗയും അതുപോലെ തന്നെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ പോയാൽ തന്നെ എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് പല രീതിയിലുള്ള എൻജിനീയറിങ്ങിൻ്റെ യോഗകൾ, അതുപോലെ തന്നെ ഹഠയോഗകൾ, അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് അവർ ഈ ഒരു യോഗയെ ലോകത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ശിവനാണ് അതിൻ്റെ ഒറിജിൻ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അർദ്ധനാരിയും ഒക്കെ ഒത്തുചേർന്നിട്ടുള്ള പല രൂപങ്ങളും ഭാവങ്ങളും ഒരു സ്റ്റോറി പോലെ നമുക്ക് ആ ഒരു കഥ ഈ ഒരു ലൈറ്റ് ഷോയിലൂടെ അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നല്ലതാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ ഒരു വട്ടം കണ്ടിട്ടൊക്കെ ഉള്ളതായ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഓവറായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഷോ. Remained as they could not tear themselves away from him.
പിന്നെ ഇത് മുഴുവനായിട്ട് കാണിക്കാനായിട്ട് നമുക്ക് ഒരു നിവൃത്തിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഇഷയിലത്തെ എല്ലാ പാട്ടുകൾക്കും കോപ്പിറൈറ്റ് ഉണ്ട്. പക്ഷേ ഇഷയിലത്തെ പാട്ടുകൾ കേൾക്കാനും എനിക്ക് ആ അലൈ അലൈ പാട്ട് ഇങ്ങനെ സദ്ഗുരു പാടിയിട്ട് ഡാൻസ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന നേരത്തെ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് ഒരു എനർജി ഒക്കെ കയറി നമ്മൾ ഭയങ്കര പോസിറ്റീവ് വൈബിലെത്താറുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഷോ നമുക്ക് മുഴുവനായിട്ട് കാണാം. അടിപൊളിയായിരുന്നു. പിന്നെ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോവാം. ഒരു വൺ ഡേ ട്രിപ്പിനുള്ളിൽ നമുക്ക് കാര്യം ഒതുക്കാം In കേട്ടോ. all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever. Of me, which drove them into ഒരു ലൈറ്റ് ഷോയിലൂടെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കഥകൾ പറയാൻ പറ്റുമെന്ന് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയത്. അർദ്ധനാരീശ്വരനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൽ നമ്മുടെ ശക്തിയായിട്ടുള്ള പാർവതി ദേവി എങ്ങനെയാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് എന്നുള്ള കഥകളും ഒക്കെ പറയുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അർദ്ധനാരീശ്വരൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടക്കാണ്. ഗംഭീര തിരക്കായിരുന്നു കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടാവാം. അങ്ങനെ നമ്മൾ ഈ യാത്ര ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ഹലോ. അങ്ങനെ നമ്മുടെ ഇഷയിലത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഒരു 2 മണിയായി തിരിച്ചു വരുമ്പോൾ. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കൊണ്ടുപോയ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. പിന്നെ നന്നായിട്ട് ക്ഷീണമുണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ച് മതിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ വയ്യട്ടായി. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. പിന്നെ ഇഷയുടെ ആ ഒരു ഹാങ് ഓവറിലായിരുന്നു. എനിക്ക് ഇഷയെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ. ആ യോഗയൊക്കെ കണ്ടുവരുമ്പോൾ എനിക്ക് തോന്നും പതുക്കെ നമ്മുടെ ആത്മീയതയിലേക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നും. പിന്നെ വീട്ടിലെത്തുമ്പോൾ ഞാൻ ശരിയായിക്കോളും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, ഞാൻ ശരിയായി. ഇന്ന് എനിക്ക് അതിരാവിലെ തന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകണം. നമ്മുടെ എന്താ മോഹിനിയാട്ടത്തിൻ്റെ ഡാൻസ് ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പതുക്കെ പോയാലോ. ഞാനിങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് റെഡി ആവാൻ നിന്നപ്പോഴാണ് ആലോചിച്ചത്, ദൈവമേ ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞില്ലല്ലോ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണേന്ന്. അപ്പോൾ കാലത്ത് എണീറ്റു. ഇന്നലെ വെച്ച ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ചപ്പാത്തി നമുക്കൊന്ന് ചുട്ടിട്ട് അത് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം എന്നാണ് വിചാരിക്കണത് കേട്ടോ. ഞാനൊന്നും കഴിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു കുറുക്കൊക്കെ ഉണ്ടാക്കി കുടിക്കും. നമ്മുടെ പുല്ല് കുറുക്കോ അല്ലെങ്കിൽ ഏത്തക്കായയുടെ പൊടി കൊണ്ട് ഉണ്ടാക്കണ കുറുക്കോ. ഞാൻ പൊതുവെ കാലത്ത് കുറുക്കാണ് കഴിക്കണം. ഭാഗ്യനും കുറുക്ക് തന്നെ കഴിക്കാറുള്ളത്. പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മുട്ട പുഴുങ്ങിയതൊന്നും കഴിക്കാനുള്ള സമയമില്ല. നമുക്ക് പതുക്കെ കുറുക്ക് കഴിച്ച് ഭാഗ്യൻ്റെ കൂടെ. ഇവിടെ ചേട്ടന്മാരുണ്ട് പണിക്ക്. അപ്പോൾ ഞാൻ അവരെ ആ വഴിക്ക് അങ്ങോട്ട് വിട്ടു. കാരണം അവരെ നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോലും നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടന്മാരെന്ന് എന്തെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അവരവിടെ കഴിച്ചോളൂ കേട്ടോ. ഇവിടെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് കുറച്ചധികം നീങ്ങണമെന്നേ ഉള്ളൂ. ഒരു അംബികേച്ചിയുടെ ഷോപ്പുണ്ട്, നമ്മുടെ കഞ്ഞിയൊക്കെ കൊടുക്കണ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി കഞ്ഞിയൊക്കെ റെഡിയാക്കി വയ്ക്കും. അപ്പോൾ രമേശ് ചേട്ടൻ പോയി മേടിച്ചു കൊണ്ടുവന്ന് കഴിച്ചോളും. അല്ലെങ്കിൽ നമ്മൾ മേടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എനിക്ക് തിരക്കുള്ള ദിവസങ്ങൾ ഇതുപോലെയുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ ഭാഗ്യം വന്ന് മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ചേട്ടന്മാരവിടെ വാഴയിൽ വളടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ ബിസിയാണ്. ഭാഗ്യം എന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കണം. ലാസ്റ്റ് ക്ലാസ് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിചാരിച്ചു ടീച്ചറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ടീച്ചർ വരുമോ അറിയില്ല. അപ്പോൾ നമുക്ക് പതുക്കെ പോയാലോ. ഞാൻ ഡ്രസ്സ് മാറട്ടെ, യൂണിഫോം ഇട്ടിട്ട് തരാം കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയോണമെന്നൊരു ചൊല്ലുണ്ടല്ലോ. ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ കയ്യിൽ ഈ സംഭവം കിട്ടിയപ്പോൾ. എനിക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെ കൊടുക്കാന്നുള്ളത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. 900 രൂപ എങ്ങാണ്ടാണ് ഈ ഒരു സെറ്റിൻ്റെ വില കേട്ടോ. ഇത് റെഡി ടു വെയർ ആയിട്ടുള്ള ഒരു യൂണിഫോമാണ്. എനിക്കൊരു യൂണിഫോമേ ഉള്ളൂ. അപ്പോൾ അത് 3 ക്ലാസ്സിലേക്ക് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശർത്ത് വെള്ളമാവണ കാരണം കൊണ്ടാണ് നമ്മൾ ഒരെണ്ണം കൂടെ മേടിച്ചത്. എനിക്കല്ലാതെ ഇത് ഉടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വൺസ് അത് ഉടുത്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണുമായിരുന്നു. എന്തൊരു രസമായിട്ട് അത് നിൽക്കുന്നുണ്ടായിരുന്നേ. ഇത് ഉടുക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. അതാ ഞാൻ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഉടുക്കാം. ഇതിന് ഞാൻ വെള്ളയല്ലടാ മഞ്ഞ ബ്ലൗസ് മേടിച്ചത് നമ്മുടെ മീഷോന്നാണ്. 190 രൂപയോ എനിക്ക് തോന്നുന്നു 200 രൂപയിൽ താഴെ ആയിട്ടുള്ളൂ കേട്ടോ. 100-200 ഇടയിലായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് ഇതിനൊക്കെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഈ ഇലാസ്റ്റിക് ബ്ലൗസുകൾ ഇട്ടിട്ട്, അതായത് സ്ട്രെച്ചബിൾ ബ്ലൗസുകൾ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷയെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന കുങ്കുമം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തൊട്ടിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ രുദ്രാക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. മേടിക്കില്ല, നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇതൊക്കെ 20 രൂപയൊക്കെ കൊടുത്താൽ കിട്ടുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ
ഞാനൊന്ന് കളിച്ച് നോക്കുകയാണ് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത്. എങ്ങനെയൊക്കെ ഞാൻ മറ്റേ എന്താ പറയുക നമ്മുടെ ഈ ഒരു ക്ലാസിക്കൽ ടച്ചിലേക്ക് വന്നാലും അവസാനം എത്തുമ്പോൾ ഈ ഡപ്പാങ്കൂത്താവോ എന്നുള്ളതാണ് സത്യാവസ്ഥ. എനിക്കിഷ്ടമാണ് ഡപ്പാങ്കൂത്തുകളുടെ ആ ബീറ്റ്. പക്ഷേ ഡാൻസ് കളിക്കാൻ ഇതുപോലെ ക്ലാസിക്കലായിട്ട് ഡാൻസ് കളിക്കാൻ അറിവ് നേടാനും ഇച്ചിരി കൂടെ ഇഷ്ടം കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വരാം കേട്ടോ. ഭാഗ്യം ചേട്ടന്മാർക്ക് കഞ്ഞി മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങാം കേട്ടോ. ഞാൻ ഇന്ന് കണ്ണെഴുതിയില്ല. നമ്മുടെ അടീനിയൊക്കെ പൂവിട്ട് തുടങ്ങി കേട്ടോ. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതൊക്കെ വെറൈറ്റി കളറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഭാഗ്യനൊക്കെ വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോഴേക്കും ഭാഗ്യം വന്നു. നമ്മൾ വന്നപ്പോഴേ 2-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പുലർച്ച. അപ്പം എന്നോട് ചോദിക്കായിരുന്നു, ഇത്രയും തുള്ളി കളിച്ച് ഇതുപോലെ തന്നെ ആ ബസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ആർമാദിച്ചിട്ട് എൻ്റെ മോൻ ഇത് എങ്ങനെ പറ്റുന്നു, ഇനി വൈകുന്നേരമല്ലേ വരുള്ളൂ എന്നൊക്കെ ചോദിച്ച് പരാതിയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചിക്കനും ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നത് വിരളാണ്. പക്ഷെ ഒരു ചായ കുടിച്ചായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഇതാണ് ആയിഷ ടീച്ചർ കേട്ടോ. രാമകൃഷ്ണൻ സാറ് നമുക്ക് കലാമണ്ഡലത്തിലേക്ക് ജോബ് കിട്ടി പോയപ്പോൾ പിന്നെ നമ്മൾ ആയിഷ ടീച്ചറാണ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആയിഷ ടീച്ചർ എന്ന് പറയുന്നേക്കാളും നല്ലത് ഞങ്ങളുടെ ടീച്ചറമ്മ എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇത്രയും കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഡാൻസ് ക്ലാസ് എടുത്തു തരുന്ന ഒരു ടീച്ചറെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. എന്ത് രസമാണെന്നറിയോ, എന്ത് അറിവാണെന്നറിയോ ടീച്ചർക്ക്. ടീച്ചർ ഇപ്പോഴും അടിപൊളിയായിട്ട് ഓരോ കുട്ടികളെയും അതിൻ്റെ പെർഫെക്ഷനോട് കൂടെ പഠിച്ചെടുക്കും. എനിക്ക് തോന്നുന്നു ടീച്ചറാണ് RLVയിലത്തെ ആദ്യത്തെ സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ ആദ്യത്തെ ടീച്ചറും. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴിലൊക്കെ നമുക്ക് പഠിച്ചിറങ്ങാന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു ഭാഗ്യമാണല്ലേ. അപ്പോൾ ഇന്നായിരുന്നു ഞങ്ങളുടെ ടീച്ചറമ്മയുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സെക്ഷൻ. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ആയിഷ ടീച്ചർ രാമകൃഷ്ണൻ സാറ് പോയതിന് ശേഷം പിന്നെ ടീച്ചറാണ് ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ പഠിപ്പിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. ടീച്ചർ മാത്രമാണ് നിങ്ങൾ കാണാൻ. ഡാൻസിൻ്റെ ഒരു ബേസും ഇല്ലാണ്ട് ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് താളോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയുന്ന പോലെ ത്രിപുട മീൻസ് ചതുരസ്രം, ഗണ്ഡം, മിശ്രം, സങ്കീർണം ഇതൊന്നും ഉണ്ടെന്നോ താളടിക്കാനോ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് നമ്മുടെ കൊച്ചിൻ ഹീറോസിൽ വന്നപ്പോഴാണ് എന്താ പറയുക ഒരു നിയോഗം പോലെ അത് അങ്ങോട്ട് പഠിച്ചു പോയതാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇത് പിന്മാറിയാലോ എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പം അത് ഒരു എക്സാമിൽ എത്തി നിൽക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ടീച്ചർമാരെ പോലെയുള്ള ഒരുപാട് ഗുരുക്കന്മാരെ അനുഗ്രഹം കൊണ്ടായിരിക്കും ഇവിടം വരെയൊക്കെ എത്തി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമ്മുടെ രുദ്രാക്ഷം എനിക്ക് ചിരടിൽ കെട്ടിയിടാനായിട്ട് എന്തോ പോലെ. അപ്പം ഞാൻ അങ്ങനെ ചിരടുകൾ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലത്തെ മുത്തുകളുമൊക്കെ കോർത്തിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. എന്നാൽ രുദ്രാക്ഷം ഇടാനുള്ള ഒരു ഇഷ്ടമുണ്ട്. നമുക്ക് ഈ ഷേന്ന് കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ബീഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് അത് ഏതെങ്കിലും രീതിയിൽ ചെയ്യാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുത്തമ്പള്ളിയുടെ അവിടേക്കാണ് വന്നിട്ടുള്ളത്. ഈ വക സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിനൊക്കെ കുഞ്ഞു പൊടി സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല വിലയാടാ. അത്യാവശ്യം നല്ല പൈസ. 11 രൂപയൊക്കെ കൊടുക്കണം അങ്ങനത്തെ ഒരു പീസൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ. എന്നാലും പിന്നെ കാശ് കൊടുക്കാണ്ട് ഒന്നും കിട്ടില്ലല്ലോ. എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കുക, വീട്ടിൽ പോവുക, അത്രയേ ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞ് വന്നു, ഡ്രസ്സ് മാറി, കുളിച്ചിട്ടില്ല കേട്ടോ. കുളിക്കണം. അതിനേക്കാളും കുറച്ച് ചെടി നനയ്ക്കലും പരിപാടികളൊക്കെ ഉണ്ട്. ഞാനൊരു ചപ്പാത്തി കഴിച്ചു. ചപ്പാത്തി കല്ല് പോലെ ഇരിക്കണം. അപ്പം ഞാനതവിടെ ഉപേക്ഷിച്ചു. ബാക്കി ഇത്ര മാത്രം കഴിച്ചു അവിടെ വെച്ചു. കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ വെച്ച് പോയതിൻ്റെ ബാക്കി. വിശപ്പൊന്നുമില്ല ഇപ്പോൾ കുട്ടിയെ. നമുക്ക് ഒരു കാപ്പി കുടിച്ച് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിച്ചാലോ. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു. ശ്രീജ.